നിങ്ങൾ UPI ഇടപാടുകൾ നടത്തുന്നവരാണോ എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിലുള്ള UPI ID ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയില്ല. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന UPI ID ചെക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ മാറ്റങ്ങൾ വരുത്തുക. UPI ഇടപാടുകൾ 2025 ഫെബ്രുവരി 1 മുതൽ തടസ്സപ്പെടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ UPI IDയിൽ ഉടൻ തന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. എല്ലാ UPI IDകളും കർശനമായി ആൽഫ ന്യൂമറിക് ആയിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. UPI സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നിർദ്ദേശങ്ങളുമായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് NPCI രംഗത്ത് വന്നിട്ടുണ്ട്. 2025 ഫെബ്രുവരി 1 മുതൽ UPI IDകളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്ന് NPCI അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ UPI ഇടപാടുകളും സാങ്കേതിക സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. എല്ലാ UPI IDകളും കർശനമായി ആൽഫ ന്യൂമറിക് ആയിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജനുവരി 9 NPCI പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുമുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന പോലുള്ള സ്പെഷ്യൽ ക്യാരക്ടറുള്ള UPI IDകൾ സിസ്റ്റം സ്വയമേവ നിരസിക്കുന്നതും ആയിരിക്കും. UPI ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേരും ഇതിനോടകം തന്നെ ഈ സാങ്കേതിക മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്. എന്നാൽ പലരും എപ്പോഴും UPI IDകളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതോടെ 2025 ഫെബ്രുവരി 1 മുതൽ നിയമം കർശനമായി നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടപാടുകൾക്കായി UPI ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഈ മാറ്റം ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. സ്പെഷ്യൽ ക്യാരക്ടറുകളുള്ള UPI IDകൾ വഴി നടത്തുന്ന ഇടപാടുകൾ പരാജയപ്പെടും. അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ SBI ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടിന്റെ UPI ID ഈ രൂപത്തിലുള്ളതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറിനോട് ചേർത്ത് ഈ രൂപത്തിലാണ് നിങ്ങളുടെ UPI ID എങ്കിൽ തീർച്ചയായിട്ടും അത് അസാധുവായിരിക്കും. ഈ പ്രശ്നം ഒഴിവാക്കാൻ UPI ആപ്പുകൾ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആപ്പിന്റെ കസ്റ്റമർ കെയറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയും ചെയ്യുക. UPI ട്രാൻസാക്ഷൻ IDകൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയെ നിലവാരമുള്ളതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി വന്നിട്ടുള്ളത്. എല്ലാ UPI പേയ്മെന്റ് സേവനദാതാക്കളും ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സർക്കുലറിൽ പറയുന്നുമുണ്ട്. UPI IDകളിൽ പ്രത്യേക പ്രതീകങ്ങൾ നിരോധിക്കാനുള്ള തീരുമാനം UPI ഇക്കോസിസ്റ്റം സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനും സുരക്ഷിതമാക്കാനുമുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. NPCI പുറത്തുവിട്ട ഡാറ്റ പ്രകാരം UPI ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. UPI വഴിയുള്ള ഇടപാടുകളുടെ അളവ് 2024 ഡിസംബറിൽ 16.73 ബില്യൺ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടും ഉണ്ട്. മുൻ മാസങ്ങളെക്കാൾ 8% വർധനവാണ് ഇത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ID നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിർബന്ധമായിട്ടും വരുത്തുക. ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ ഞങ്ങളുടെ വീഡിയോയിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.